ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. മഹാത്മാവായ ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ സീതാദേവിയിൽ ആശ്വാസമല്ല ഉണ്ടാക്കിയത്, തന്നെ കൂടി കൊണ്ടുപോകുവാൻ ഉദ്ദേശിക്കാത്തതാണല്ലോ അവ. അതുകൊണ്ട് ആദരവും ഉണ്ടായില്ല. ദുഃഖത്തോടെ മറുപടി പറയുവാൻ തയ്യാറായി. ഭർത്തൃവചനം കേട്ട് അശ്രുക്കൾ ഒഴുക്കിയ സീതാദേവി ഏറ്റവും വിനീതയായി ഇങ്ങനെ തുടർന്നു. പ്രഭോ, അവിടുത്തെ കാരുണ്യം എന്നിലുള്ളപ്പോൾ ഈ അരുളി ചെയ്ത ദുഃഖങ്ങളെല്ലാം സുഖദായകങ്ങളായ ഗുണങ്ങളല്ലേ? ഉഗ്രസിംഹങ്ങൾ, മതഗജങ്ങൾ, ഭീകരങ്ങളായ 8 അടി മാനുകൾ, പുലികൾ, ക്രൂരമായ പക്ഷികൾ തുടങ്ങിയ ദുഷ്ടജീവികളെല്ലാം ഇന്നുവരെയും കാണാത്ത അവിടുത്തെ ദിവ്യകളഭേരം കാണുമ്പോൾ ഭയപ്പെട്ട് ഓടിയൊളിക്കും. പിതാവിൻ്റെ നിർദ്ദേശം പരിപൂർണമാക്കുവാൻ ഞാനും അവിടുത്തെ അനുഗമിക്കണം. അവിടുത്തെ വേർപിരിഞ്ഞ് താമസിക്കുന്നത് എൻ്റെ ജീവാവസാനത്തിന് കാരണമാകും തീർച്ച. നിന്തിരിവടിയുടെ സമീപത്തിൽ വർത്തിക്കുമ്പോൾ അതിശക്തനായ വാസവൻ വജ്രായുധമെടുത്തു വന്നാൽ കൂടി ആക്രമിക്കുവാൻ സാധിക്കുമോ? ഭർത്താവില്ലാതെ ഒരു കുലീനവതിക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നിങ്ങനെ അവിടുന്ന് തന്നെ പല പ്രാവശ്യം അരുളി ചെയ്തിട്ടില്ലേ? മാത്രമല്ല, പിതൃഭവനത്തിൽ വെച്ച് ബ്രാഹ്മണവര്യന്മാർ ലക്ഷണം നോക്കി എന്നോട് കാടുവാഴ്ച ഉണ്ടാകുമെന്ന് വിധിച്ചിട്ടുണ്ട്. അവരുടെ തിരുമൊഴികൾ ഒരിക്കലും വ്യർത്ഥമാകുന്നതല്ല. പ്രിയതമനൊന്നിച്ച് വനത്തിൽ വസിച്ച് വിധിച്ച കൃത്യങ്ങൾ ഞാൻ ചെയ്യാം. വിപ്രവര്യന്മാർ ദീർഘദർശനം ചെയ്തത് അനുഭവിക്കാനുള്ള കാലം ഇതാ സമാഗതമായിരിക്കുന്നു. പലതരത്തിലുള്ള ദുഃഖങ്ങളും അരണ്യത്തിൽ ഉണ്ടെന്ന് അറിയാം. ആജ്ഞകൾക്ക് അതൊരു ദുഃഖമായി തോന്നും. വിവാഹത്തിന് മുമ്പ് മാതൃസമീപത്തിൽ ഇരിക്കുന്ന എന്നോട് അതിശ്രേഷ്ഠയായൊരു ഭിക്ഷുകി കാനനവാസമുണ്ടാകും എന്നിങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്. അവിടുത്തോടൊന്നിച്ച് വനത്തിൽ പോയി പ്രകൃതി സൗന്ദര്യം കാണുവാനുള്ള ആഗ്രഹം എത്ര തവണ അറിയിച്ചിരിക്കുന്നു. നിന്തിരിവാടി ഒന്നിച്ച് കാട്ടിൽ താമസിക്കുവാൻ എത്രമാത്രം ആകാംക്ഷയുണ്ടെന്നോ. അതിശൂരനായ അവിടുന്ന് ദണ്ഡകാരണ്യത്തിൽ വസിക്കുമ്പോൾ ശുശ്രൂഷിക്കുവാൻ സാധിക്കുന്നത് എത്ര വലിയ പുണ്യമായിട്ടാണ് തോന്നുന്നത്. എൻ്റെ ഈശ്വരനാണ് അവിടുന്ന്. പ്രേമത്തോടു കൂടി ഭർത്താവിനെ അനുഗമിച്ച് ഞാൻ പരിശുദ്ധയായി തീരും. ഇഹത്തിലും പരത്തിലും അവിടുത്തെ സാഹചര്യം മാത്രമാണ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത്. പിതാവ് ഉദകപൂർവം ഏതൊരാൾക്കാണോ ദാനം ചെയ്യുന്നത് ആ പുരുഷനാണ് അവൾക്ക് ഈശ്വരൻ. ആ ധർമ്മം ആലോചിച്ചാൽ എന്നെ കൊണ്ടുപോകാതിരിക്കാമോ? സദ്വൃത്തയും സാധ്വിയുമായ എന്നെ അവിടുത്തെ ഒപ്പമിരുന്ന് സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാൻ അനുവദിക്കണേ. ദുഃഖിതയായ ഈ ഭക്തയെ കൊണ്ടുപോകാതിരിക്കുവാൻ അവിടുത്തെ തിരുമനസ്സിൽ തോന്നുവാൻ കാരണം എന്താണാവോ? ഏതു വിധത്തിൽ ആലോചിച്ചാലും നിന്തിരുവടിയുടെ സുഖദുഃഖങ്ങൾക്ക് ഞാൻ അവകാശിയല്ലേ? അഴലാഴിയിൽ പതിച്ച ഈ ഭക്തയെ കൊണ്ടുപോകാതിരുന്നാൽ പിന്നെ എനിക്ക് ആശ്രയമായിട്ടുള്ളത് വെള്ളമോ വിഷമോ അഗ്നിയോ ആണ്. ഇങ്ങനെ അനേക വിധത്തിൽ അനുഗമനാനുമതിക്ക് യാചിച്ചിട്ടും ജനകപുത്രിയെ വിജന വനമധ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ രഘുനന്ദനന് സംതൃപ്തി തോന്നിയില്ല. കണ്ണീരിൽ കുളിച്ച് ഉഷ്ണ ദീർഘനിശ്വാസങ്ങൾ ചെയ്യുന്ന പ്രിയതമയോട് വീണ്ടും വീണ്ടും ശ്രീരാമചന്ദ്രൻ സാന്ത്വന വാക്കുകൾ പറയാൻ തുടങ്ങിയപ്പോൾ ആ സുന്ദരവദനത്തിൽ കോപം ഒട്ടിട്ടു. ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ സാന്ത്വന വാക്കുകൾ പറഞ്ഞത് കേട്ട ജനകരാജ കുമാരി വിഷാദത്തോടെയാണെങ്കിലും പ്രേമപൂർണ്ണ നയനങ്ങളാൽ ആ വിശാല വക്ഷസിൽ സാഭിമാനം നോക്കിക്കൊണ്ട് ആത്മാഭിമാനത്തോടെ ആക്ഷേപസ്വരത്തിൽ വനയാത്രാനുമതിക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞു. എൻ്റെ അച്ഛൻ മിഥിലാധിപനായ വിദേഹ മഹാരാജാവ് തനിക്ക് കിട്ടിയ ജാമാതാവ് പുരുഷരൂപത്തിൽ ഉള്ളൊരു സ്ത്രീ ഹൃദയമാണെന്ന് വിചാരിക്കുമോ? ചണ്ഡകിരണനായ സൂര്യനേക്കാൾ ഉഗ്ര തേജസ് തങ്ങളുടെ രാജകുമാരൻ ശ്രീരാമചന്ദ്രനുണ്ട് എന്നിങ്ങനെ നാട്ടുകാർ പറയുന്നത് അസത്യമാണോ? മഹാനുഭാവനായ അവിടുന്ന് എന്ത് വിചാരിച്ചാണ് ഇത്രയും വ്യസനിക്കുന്നത്? വേറെ യാതൊരു ആശ്രയമില്ലാത്ത എന്നെ ഉപേക്ഷിക്കണമെന്ന് തോന്നിയത് ആരിൽ നിന്നുള്ള ഭയം കൊണ്ടാണ്? ധ്യമൽസേന മഹാരാജ പുത്രനായ സത്യവാനെ സാവിത്രി പിന്തുടർന്നതുപോലെ പ്രഭോ, അവിടുത്തെ അധീനത്തിൽ ഉള്ളവളാണ് ഞാനെന്ന് ഓർക്കണേ. ഒരു കുലടയെപ്പോലെ മറ്റൊരു പുരുഷനെ ഹൃദയത്തിൽ സ്മരിക്കുകയോ നോക്കുകയോ ഞാൻ ചെയ്യില്ല. അവിടുത്തെ അനുഗമിക്കുവാൻ അനുവദിക്കണേ. ബാല്യത്തിൽ തന്നെ അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച എന്നെ മറ്റൊരാൾക്ക് അധീനയാക്കുവാൻ അവിടുന്ന് ചിന്തിക്കരുതേ. ഏതൊരാളെയാണോ ഞാൻ ശുശ്രൂഷിക്കേണ്ടത്, ഏതൊരാളുടെ ഇഷ്ടമാണോ നോക്കേണ്ടത്, ആ അനഘൻ എൻ്റെ അപേക്ഷയെ നിരസിക്കരുതേ. ആർക്കു വേണ്ടിയാണോ അവിടുത്തെ ഇത്തരത്തിൽ തടുക്കുന്നത് ആ ആളുടെ അപേക്ഷയെ കൈക്കൊള്ളണേ. എന്നെ കൂടാതെ വനത്തിലേക്ക് എഴുന്നള്ളരുതേ. കാടോ തപസ്സോ സ്വർഗമോ ഏതും അവിടുത്തോടു കൂടിയേ എനിക്ക് വേണ്ടൂ. വഴിയിൽ പദയാത്രയിൽ യാതൊരു തളർച്ചയും എനിക്ക് ഉണ്ടാകുകയില്ല.
കൂർത്തു മൂർത്ത പുല്ലുകളും മുള്ളുകളും കൊണ്ട് മൂടിയ ദുർഗമാർഗങ്ങൾ പൂന്തോപ്പിലുള്ള പച്ചപ്പുൽ മൈതാനത്തിൽ ലാന്തുന്നത് പോലെ സുഖപ്രദമാകും അവിടത്തോടൊന്നിച്ചായാൽ. ദർഭപ്പുൽ തുടങ്ങിയവയുടെ മുന തട്ടുന്നത് ലോലമായ തൂവൽ കൊണ്ടുള്ള സ്പർശനമായേ തോന്നൂ. കൊടുങ്കാറ്റിൽ അടിച്ചു വരുന്ന കാനനധൂളികൾ ദേഹത്തിൽ പുരളുന്നത് രക്തചന്ദനം പോലെയായി തീരും. വില്ലീസു മെത്തയേക്കാൾ ഇളംപുൽ ശയ്യ എനിക്ക് ആനന്ദമേകും. കായോ കനിയോ ഇലയോ അവിടുത്തെ തൃക്കൈകൾ കൊണ്ട് അല്പമോ അധികമോ കിട്ടുന്നത് അമൃത തുല്യമാണ്. ഋതുക്കളിലെ മോഹന കുസുമങ്ങളും മധുരഫലങ്ങളും ആസ്വദിക്കുമ്പോൾ എനിക്ക് പിതാവിനെയോ മാതാവിനെയോ അരമനയെയോ ഓർമ്മയുണ്ടാകുന്നതല്ല. അവിടത്തേക്ക് അപ്രിയമായൊരു നിസാര സംഗതിയും ഒരിക്കലും എന്നിൽ നിന്നുണ്ടാകുകയില്ല. എന്നെക്കൊണ്ടൊരു ഭാരം അനുഭവിക്കേണ്ടി വരികയില്ല. അവിടുന്നില്ലാത്ത ഏതൊന്നും നരകതുല്യമാണ് എനിക്ക്. ഉണ്ടെങ്കിൽ സ്വർഗവും. എൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും പരിശുദ്ധിയും അറിയുന്ന അവിടുന്ന് നിർഭയയായ എന്നെ കൂടി കൊണ്ടുപോകണേ. ഇല്ലെങ്കിൽ വിഷപാനത്താൽ മറ്റൊരാളുടെ അടിമയാകാതിരിക്കും. അല്പനേരത്തെ വിയോഗം പോലും മരണതുല്യമാണെന്നിരിക്കെ പ്രഭോ, നീണ്ട 14 വർഷത്തെ വേർപാട് എനിക്ക് സഹിക്കുവാൻ സാധിക്കുമോ? അടക്കുവാനാവാത്ത ദുഃഖത്താൽ വിവശയായ സീതാദേവി ഭർത്താവിനെ ഗാഢമായ ആലിംഗനം ചെയ്ത് ഉറക്കെ കരഞ്ഞു തുടങ്ങി. വിഷം പുരട്ടിയ അമ്പുകളേറ്റ പിടിയാന പോലെ വേദന കൊണ്ട് പുളയുന്ന ദേവി ശ്രീരാമഭദ്രനെ മുറുകെ പിടിച്ചു. അരണി അഗ്നിയെ എന്ന പോലെ ആ വിശാല ലോചനങ്ങളിൽ നിന്ന് ബാഷ്പം പ്രവഹിച്ചു. അസഹ്യ ദുഃഖത്തിൽ നിന്നുദ്ഭവിച്ച പളുങ്കിൻ മണി പോലെ അശ്രുബിന്ദുക്കൾ പൊൻപങ്കജത്തിൽ നിന്നുരുണ്ടു വീണു. പൂർണ്ണചന്ദ്ര തുല്യമായ ആ ആനനം വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് വലിച്ചിട്ട താമരപ്പൂ പോലെ വാടി വരണ്ടു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.